നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഇവനെന്തിനാണ് ഇങ്ങനെ ഈ ടെൻഷൻ അടിച്ചിരിക്കണത് എന്ന്. സമയം 1 മണി 2 മണിയായേ. നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ? ഫ്ലൈറ്റ് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല. ഞാൻ കുറച്ച് പൈസ കുറച്ച് പിടിക്കാന്ന് കരുതിയാണ് സ്പൈസ് ജെറ്റ് പിടിച്ചേന്നുണ്ടെങ്കിലും ഇത്രത്തോളം ഷോക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഫ്ലൈറ്റൊക്കെ മൂവായി. നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ എന്തോ ഉറങ്ങാനങ്ങ് പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് നേരം എങ്ങനെയോ കഷ്ടപ്പെട്ട് ഉറങ്ങി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മോനെ നമ്മളെ നാട് ഏതോ ലോകത്തിന്റെ ഒരു കോണിൽ എത്തിയിട്ടുണ്ട്. കയ്യിന്നൊക്കെ നോക്കുന്ന ഒരു വ്യൂ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ട് ട്ടോ. അങ്ങനെ നമ്മൾ ഇരുന്നിരുന്ന് ആ മലനിരകളൊക്കെ കാണുമ്പോൾ എൻ്റെ സാറേ നമുക്ക് നാട്ടിലുള്ള പല കാര്യങ്ങളും അങ്ങനെ ഓർമ്മ വരും. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തത് സ്കൈ സ്കാനറിലാണ് ട്ടോ. അപ്പോൾ ദുബായിന്നോ അല്ലെങ്കിൽ ലോകത്തിന്റെ വേറെ ഏത് കോണിന്നാണെങ്കിലും ആരെങ്കിലും നാട്ടിലോട്ട് വരാൻ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് നോക്കുന്നുണ്ടെങ്കിൽ സ്കൈ സ്കാനറിൽ നോക്കുക. ഏറ്റവും ഓഫർ ആയിട്ടുള്ള സംഭവം തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ നാട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലിയറൻസിന്റെയും ചെക്ക് ഔട്ടൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്താന്ന് വെച്ചാല് പാസ്പോർട്ട് കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഞാൻ അവിടെ സ്റ്റാമ്പ് അടിച്ചിട്ട് എക്സിറ്റ് അടിക്കുമ്പോൾ ആ പാസ്പോർട്ട് മേടിക്കാൻ മറന്നുപോയി. അത് നേരെ കസ്റ്റംസ് ഓഫീസറുടെ കയ്യിലാണ് കിട്ടിയത്. അവർ ചോദിച്ചു സാധാരണ ഇങ്ങനെ പാസ്പോർട്ട് ഒന്നും കിട്ടുന്നതല്ലല്ലോ. ഈ പാസ്പോർട്ട് കിട്ടിയപ്പോൾ അവർ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ എന്തോ ഒരു സ്മഗ്ലിംഗ് ചെയ്ത് കേസിൽ പെട്ടിരിക്കാന്നാണ്. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും എന്നെ കാണാണ്ടായപ്പോൾ പാരന്റ്സ്